തരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എനിക്കും എൻ്റെ മോൾക്കും അവസരം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യം ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ 2016 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നയാളാണ്. എൻ്റെ പേര് പ്രമീള. ഇടുക്കിയിൽ രാജാക്കാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ മകൾ സേതുലക്ഷ്മി. കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായിട്ടും എനിക്ക് കുട്ടികളുണ്ടായില്ല. ഞാൻ എൻ്റെ അമ്മയോട് കരഞ്ഞ് ചോദിച്ചിട്ടാണ് ഈ മോളെ എനിക്ക് തന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. ഇത് സേതുലക്ഷ്മി, അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന മോളാണ്. ഈ മോൾക്ക് 6 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ നിരന്തരം ഉണ്ടാകുമായിരുന്നു. അമൃതയിലൊക്കെ 1 മാസക്കാലം ഞങ്ങൾ അഡ്മിറ്റായിട്ടുണ്ട്. ഇവൾക്ക് എത്ര ആൻറ്റിബയോട്ടിക്സ് എടുത്തെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്ര എണ്ണമറ്റ ആൻറ്റിബയോട്ടിക്സ് എല്ലാ മാസവും എടുത്തുകൊണ്ടേയിരുന്നു. ഞാൻ 2023 അമ്മയ്ക്ക് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം അങ്ങനെ അഡ്മിറ്റ് ആകുന്നില്ലെങ്കിലും മോൾക്ക് കൂടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. അതിനിടയ്ക്ക് മോൾ കല്യാണം കഴിഞ്ഞു. എന്നിട്ടും മോൾക്ക് പിന്നീടും ഇത് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ആദ്യമായിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോടൊന്ന് പറഞ്ഞു നോക്കാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, അമ്മയ്ക്ക് മാത്രം നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം മോൾ ദുബായിലാണ്. അപ്പം മോൾ അവിടെ നിന്ന് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോൾക്ക് ഒരിക്കലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മയോട് ഈ ജന്മം മുഴുവനും ഞാനും എൻ്റെ മോളും കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് മോൾ ഇപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. അതിനു മുമ്പ് മോൾക്ക് ബ്രസ്റ്റിൽ 2 തടിപ്പുകൾ കാണാൻ ഇടയായി. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടിയിലെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ സാരമില്ല മോളെ, അത് അമ്മ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞ് മോള് തൈലമൊക്കെ തൂക്കുന്നുണ്ട്. എന്നാലും സ്കാൻ ചെയ്തപ്പോൾ 2 തടിപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ അത് നമുക്ക് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ബയോപ്സി എന്ന് പറഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയി ഞങ്ങൾ. ആ ഒരു സമയത്തെ പ്രാർത്ഥനയും ജീവിതവും ഒരാഴ്ചക്കാലം ഞങ്ങൾ അനുഭവിച്ചത്, ആ ഒരു സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു അനുഭവം അത് ഞാൻ അതിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാരണം ആ സമയം മുഴുവനും നമ്മൾ ദൈവത്തിലായിരിക്കും. നമ്മൾ ചുമ്മാ ഫോൺ കോളുകൾ, വീട്ടിലെ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരുപാട് ശ്രദ്ധിച്ചു പോകുന്നൊരു സമയം. പക്ഷേ ഈ ഒരു അനുഭവം ദൈവത്തിലേക്ക് പൂർണ്ണമായും അർപ്പിക്കാനുള്ള ഒരു അവസരമായി. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കും. ഞാനും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ മോളുടെ ഈ ഒരു അനുഭവം, ബയോപ്സി റിസൾട്ട് യേശു അമ്മയും നെഗറ്റീവാക്കി തന്നു. അങ്ങനെയും എൻ്റെ കുടുംബത്തിലേക്കൊരു വലിയ അനുഗ്രഹവർഷം അമ്മ ഒഴുക്കി. അതിനുശേഷം ഞാൻ എപ്പോഴും, അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ടും ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ പോലും വചനം വായിക്കാതിരിക്കില്ല. രാവിലെ 5:30 എഴുന്നേറ്റ്, എത്ര ഉറക്കത്തിലായാലും ഞാൻ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണം ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 7ാമത്തെ വർഷമാണ്. വൈകുന്നേരങ്ങളിലും സായാഹ്ന പ്രാർത്ഥനയും ചെയ്യും, ബൈബിളും വായിക്കും. എപ്പോഴും സമയങ്ങളിൽ മറ്റ് TV കാണുക അങ്ങനെയൊന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഞാൻ പൂർണ്ണമായി ഒരു ശകല സമയം കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ ജപമാല കയ്യിലെടുക്കും. ഞാനൊരു ടീച്ചറാണ്. ഞാൻ ക്ലാസ് ടൈമിലാണെങ്കിൽ പോലും നോട്ട് കൊടുത്തിട്ട് എപ്പോഴും ക്ലാസ്സിലൂടെ ജപമാല ചൊല്ലുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതല്ല ഉടമ്പടി, പ്രവർത്തിക്കാനുള്ളതാണെന്ന്. ഞാൻ ഫിസിക്കലി ഒരു കാര്യവും ചെയ്തിട്ടില്ല. കാരണം ഈ പ്രവൃത്തികളൊക്കെ ആരോഗ്യം എന്തെങ്കിലും ആവശ്യം വന്നാൽ പൈസ കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും പോയി ചെയ്തിട്ടില്ല. പക്ഷേ ഈ മോളുടെ ഈ വിഷയമാണ് എൻ്റെ ഈഗോ കളയാനിടയാക്കിയത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോയി എനിക്ക് എൻ്റെ ജീവിതം അമ്മയിലൂടെ, അമ്മയെപ്പോലെ എളിമപ്പെടുക, എനിക്ക് ആഗ്രഹങ്ങൾ, യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ആയിത്തീരാൻ ഞാനിപ്പോൾ എന്നും പ്രയത്നിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ പറയാറില്ല. ഇഷ്ടം അനുസരിച്ച് ദൈവം ആക്കി തീരട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. ഇനി എൻ്റെ മോളുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അമ്മയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അനുദിനം 1000 അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും എവിടെ ആയിരിക്കുമ്പോഴും അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരുപാട് ധൈര്യം കിട്ടാറുണ്ട്.
എല്ലാറ്റിനും അമ്മയ്ക്ക് ഒരുപാട് 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 നന്ദി. ഞാൻ അമ്മയുടെ രണ്ടാമത്തെ മോനാണ് അച്ഛൻ, കൃപാസനാച്ഛൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ജീവിതം ഞാൻ അമ്മയ്ക്ക് ഈ ജന്മം മുഴുവൻ എൻ്റെ മോളും ഞങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അച്ഛനോടുള്ള ആ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ അച്ഛനെ വരച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാം നിങ്ങളെ. ഇതാണ് ഞാൻ അച്ഛനെ വരച്ചത്. എനിക്കിത് അച്ഛന് നേരിട്ട് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചിത്രം ഇന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ വീണ്ടും വന്നോളാം. ഞാൻ കൂടെ ഇവിടെ വരുന്നതാണ്. ഇന്ന് മോള് കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ നിന്ന് വന്ന്, അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങ് വന്നതാണ്. വ്യാഴാഴ്ചത്തെ കാര്യം മറന്നുപോയി.